അപ്പോൾ എന്താ വിഘ്നേഷിൻ്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻ? എന്ത് റെസൊല്യൂഷൻ സാറേ, എല്ലാ വർഷവും ഓരോന്ന് സെറ്റ് ചെയ്യും. എക്സസൈസ് ചെയ്യണം, ഓയിൽ ഫുഡ് കുറയ്ക്കണം, ഒന്നും നടക്കാറില്ല. 10 ദിവസം കഴിയുമ്പോൾ എല്ലാം ബ്രേക്ക് ആവും. അതുകൊണ്ട് ഈ വർഷം ഒരു പ്ലാനും ഇല്ല. അരുത് വിഘ്നേഷ്, അരുത്. റെസൊല്യൂഷൻ നമ്മൾ സെറ്റ് ചെയ്യണം, നിർത്തിപ്പോയാലും ശരി. ബേസിക്കലി നമുക്കുള്ളൊരു ഹാബിറ്റ് ഉണ്ടല്ലോ, ഈ ഹാബിറ്റിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് പുറത്തു പോകാൻ നമ്മുടെ മനസ്സ് അനുവദിക്കത്തില്ല. ഒരു 3 സിമ്പിൾ ടിപ്സ് പറഞ്ഞിട്ടെ. 1, ഒരു എക്സ്റ്റേണൽ പുഷ് കിട്ടുക എന്നുള്ളതാണ്. ഇപ്പോൾ വർക്കൗട്ട് ചെയ്യണമെന്നാണ് ആഗ്രഹമെങ്കിൽ വീട്ടിൽ ഇരുന്ന് വർക്കൗട്ട് ചെയ്താൽ 2-3 ദിവസം കഴിയുമ്പോൾ മോട്ടിവേഷൻ താഴോട്ട് പോയിട്ട് പരിപാടി നിർത്തും. അതേ സമയത്ത് ഒരു ഫിറ്റ്നസ് ക്ലബ്ബിൽ ജോയിൻ ചെയ്താലോ മാസ്റ്ററിൻ്റെയും ഫ്രണ്ട്സിൻ്റെയും ഒക്കെ ഒരു പുഷ് കിട്ടും. അത് നമ്മളെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് മോട്ടിവേഷൻ നൽകും. മിക്സഡ് ജിം ആണെങ്കിൽ കുറച്ചുകൂടെ പുഷ് കിട്ടും അല്ലേ? അതൊരു സൈക്കോളജി തന്നെ, കാരണം അവരുടെ മുമ്പിൽ ആളാകാൻ വേണ്ടി നമ്മൾ ഓട്ടോമാറ്റിക്കലി ചെയ്യും. 2, ഷുഗർ ഉപയോഗിക്കുകയില്ല എന്നാണ് നിങ്ങളുടെ റെസൊല്യൂഷൻ എങ്കിൽ ഒറ്റയടിക്ക് അത് ചെയ്യാൻ നോക്കിയാൽ പാളിപ്പോകും. കാരണം നമുക്ക് ആ മധുരം നൽകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് ഒറ്റയടിക്ക് ഇല്ലാതാകുമ്പോൾ നമ്മുടെ ആ കംഫർട്ട് സോൺ കംപ്ലീറ്റ് ആയിട്ട് പോകും. അതിന് പകരം എന്ത് ചെയ്യാം, 2 സ്പൂൺ ഷുഗറാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതിനെ മാറ്റിയിട്ട് 1/2 സ്പൂൺ അങ്ങ് ഉപയോഗിച്ച് തുടങ്ങുക. അപ്പോൾ നിങ്ങൾക്ക് മധുരം കിട്ടുകയും ചെയ്യും, ഷുഗർ കൺട്രോൾ ആകുകയും ചെയ്യും. കൺട്രോളിനടുത്ത് കോൺഫിഡൻസ് ഉണ്ടാകും. 3, ജനുവരി 1 തുടങ്ങി 10 നിർത്തി പോകുന്നുള്ളതല്ലേ പ്രശ്നം? നിർത്തി പോട്ടെന്നേ. 11-ാം തീയതിയോ 12-ാം തീയതിയോ തിരിച്ചറിയില്ലോ. 15-ാം തീയതി റീസ്റ്റാർട്ട് ചെയ്യുന്നേ. മറ്റുള്ളവരെല്ലാം നമുക്ക് മാർക്ക് ഇടുന്നേ. റീസ്റ്റാർട്ട് ചെയ്യാൻ ഒരു മടിയും വിചാരിക്കണ്ട. അതിനുവേണ്ടി അടുത്ത കൊല്ലം വരെ കാത്തിരിക്കാൻ വേണ്ട. ഇനി ഇതൊന്നും നടന്നില്ലെങ്കിലും ഈ ചെയ്യുന്ന 10 ദിവസത്തേക്ക് നമ്മുടെ ശരീരവും മനസ്സും ഒന്ന് റിഫ്രഷ് ആകുമല്ലോ. അതുകൊണ്ട് റെസൊല്യൂഷൻ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ സെറ്റ് ചെയ്യണം. നിങ്ങളുടേത് നിങ്ങളൊന്ന് കമന്റ് ചെയ്ത് ബാക്കിയുള്ളവർക്ക് അതൊരു ഇൻസ്പിറേഷൻ ആയിട്ട് മാറട്ടെ. ഇങ്ങനെയാണെങ്കിൽ ഞാനും ഇൻസ്പയർ വിത്ത് അനീഷ് മോഹൻ. ഹാപ്പി ന്യൂ ഇയർ.